ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പാലക് ഡാൽ റെസിപ്പിയാണ് കേട്ടോ. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസൂർ ഡാലാണ് കേട്ടോ. മലയാളത്തിൽ നിന്ന് ചുവന്ന പരിപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ എടുക്കുന്നത് ചന ഡാൽ, അതായത് കടലപ്പരിപ്പാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ. അത് തൊലി കളഞ്ഞതാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് കേട്ടോ, പച്ചപ്പയറിൻ്റെ തൊലി കളഞ്ഞ പരിപ്പാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ ഈ പ്രോട്ടീനൊക്കെ കുറവുള്ളവർക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡാലാണ് കേട്ടോ. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി നല്ലതുപോലെ തിളച്ച് വെന്ത് വരണം കേട്ടോ. പതുക്കെ നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വെക്കാം. അതിന് ശേഷം വെള്ളം നമ്മൾ വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. ഇതിന് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ വേവണം കേട്ടോ. തിളച്ച് കുക്കറിലായാലും നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ചാൽ അത് ഒത്തിരി അങ്ങ് വെന്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാണ്ട് സ്റ്റവിൽ തന്നെ വെച്ചത്. പിന്നെ അതിലൊക്കെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ് കേട്ടോ. ഇതാ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവാവണം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്ത് മാഷായി പോകരുത്, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്കിത് കടുക് വറക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അത് വഴണ്ട് വരണം. അതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിച്ചാൽ ഒത്തിരി ഹെൽത്തിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അതിലേക്ക് അല്പം ഒരു എരിവിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയല്ല, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഗരം മസാല കേട്ടോ. അത് നിങ്ങൾക്കതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി കേട്ടോ. ഇതൊരു ഗരം മസാലയാണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മാഷായി വരണം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. എളുപ്പം വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കുണ്ട് കേട്ടോ. പാലക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം, ഒന്ന് അമങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. പാലക്ക് ജസ്റ്റ് ഒരു ആവി കയറിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഞാനിത് അടച്ച് വെച്ച് ജസ്റ്റ് കുറച്ച് നേരം വെക്കുന്നുണ്ട്. അതായത് നല്ലതുപോലെ അമങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മാഷ് ചെയ്തെടുക്കാം. പാലക്കൊക്കെ ഒത്തിരി നല്ലതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നത്. ഇങ്ങനെ ചോറിനകത്തൊക്കെ ഇട്ട് കഴിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ നമുക്ക് ഇളക്കി മാഷ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്ററും ആ പാലക്കും എല്ലാം കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചട്ടിയിലോട്ടുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്ത് വെള്ളം വേണം കേട്ടോ. ഇപ്പോൾ ഒത്തിരി കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. നമ്മളിപ്പം ആ കടുക് വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി വേണം അതിനകത്ത് ഒഴിക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പച്ചവെള്ളം ഡയറക്റ്റ് എടുത്ത് ഒഴിക്കരുത്. കുറച്ച് വെള്ളം ചൂടാക്കി നമുക്കത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ ഡാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഡാൽ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു.